ഖസാനത്തുൽ ഇൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. Hello my dear friends, here is another poem from your textbook. Others Worldly Folktale by Geet Chaturvedi. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗീറ്റ് ചതുർവേദിയുടെ ഹിന്ദിയിൽ രചിക്കപ്പെട്ട പാർലോകകഥ എന്നതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് പോയമാണ്. ഹിയർ ഇസ് എ ബ്രീഫ് ഇൻട്രോ അബൌട്ട് അവർ പോയറ്റ്. Geet Chaturvedi in 1977. One of the most well-known writers of contemporary Hindi literature is Geet Chaturvedi. He is a well-known novelist, screenwriter, lyricist, poet and author of short stories. സമകാലിക ഹിന്ദി സാഹിത്യത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ഗീറ്റ് ചതുർവേദി. അവർ അറിയപ്പെടുന്ന നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, കവി, ചെറുകഥാകൃത്ത് കൂടിയാണ്. He is frequently referred to as an avant-garde author. avant-garde author എന്ന് പലപ്പോഴും അദ്ദേഹം പരാമർശിക്കപ്പെടാറുണ്ട്. 11 books, including 2 collection of novellas and 3 collection of poetry, have been written and published by him. 2 നോവലുകളുടെ സമാഹാരം, 3 കവിതാ കളക്ഷൻസ് ഉൾപ്പെടെ 11 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. His poems have been translated into 22 languages. അദ്ദേഹത്തിൻ്റെ പോയംസ്, കവിതകൾ 22 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. He has rendered into Hindi the works of poets such as Neruda, Loza, Adonis, Milos, Zagajewski, Baidao, Dunia, Mikhail, Marcel and Chirinos. ഇത്രയും തുടങ്ങിയിട്ടുള്ള കവികളുടെ കൃതികൾ അദ്ദേഹം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. He has won several awards, including the Shailesh Madhyani Award, the Krishna Pratap Award, the Bharat Bhushan Agarwal Award for Poetry, and the Krishna Baldev Vaid Award for Fiction. ശൈലേഷ് മദ്യാനി അവാർഡ്, കൃഷ്ണ പ്രതാപ് അവാർഡ്, കവിതയ്ക്കുള്ള ഭരത് ഭൂഷൺ അഗർവാൾ അവാർഡ്, ഫിക്ഷനുള്ള കൃഷ്ണ ബൽദേവ് വൈദ് അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. He received the Vadayan Literacy Award in 2021 from the Vadayan UK organization in recognition of his contribution to Hindi literature. ഹിന്ദി സാഹിത്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാനിച്ചിട്ട് വഡയൻ UK ഓർഗനൈസേഷനിൽ നിന്നും 2021 വഡയൻ സാഹിത്യ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. He considered himself to be a person whose life is interconnected with others, despite having title like professor, master and avant-garde bestowed upon him. പ്രൊഫസർ, മാസ്റ്റർ, അവന്റ് ഗാർഡെ എന്ന സ്ഥാനപ്പേരുകളിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും മറ്റുള്ളവരുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം സ്വയം കരുതിയിരുന്നു. His poems are rich in intertextuality due to his exposure to international poetry, postmodern European literature and the Sanskrit Pali poetic traditions of ancient India. International poetry, postmodern European literature കൂടാതെ പ്രാചീന ഇന്ത്യയുടെ സംസ്കൃത പാലി കാവ്യ പാരമ്പര്യം എന്നിവയോടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പോഷർ കാരണം അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു റിച്ച് ഇൻ ഇൻ്റർടെക്ച്വാലിറ്റി ആണെന്ന് പറയാം. Geet Chaturvedi is described as a fearless, realistic political poet by his translator Anita Gopalan. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള അനിത ഗോപാലൻ വിശേഷിപ്പിച്ചത് എ ഫിയർലെസ് റിയലിസ്റ്റിക് പൊളിറ്റിക്കൽ പോയറ്റ്, അഥവാ നിർഭയനായ റിയലിസ്റ്റിക് രാഷ്ട്രീയ കവി എന്നാണ് ഗീത് ചതുർവേദിയെ അനിത ഗോപാലൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പോയത്തിനെ കുറിച്ചിട്ട് നോക്കാം.
Anita Gopalan translated the poem Otherworldly Folktale from Hindi, and it can be found in his poetry collection, The Memory of Now, in 2019. His second collection of poems, Nunathan May 2016, contains the poem Par Lok Kada in Hindi. അപ്പോൾ ഒതർ വേർഡ്ലി ഫോക്ടൈൽ എന്ന കവിത ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും അനിത ഗോപാലനാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷൻ ആയിട്ടുള്ള 2009 പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള മെമ്മറി ഓഫ് നൗ എന്നതിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ രണ്ടാം കവിതാ സമാഹാരം ന്യൂനതം മെയ് 2016 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹിന്ദിയിലെ പാർ ലോകത എന്ന കവിത ഉൾക്കൊള്ളുന്നുണ്ട്. The poem Otherworldly Folktale is based on the Buddha darshan called Lengavadara Sutra. The Lengavadara Sutra is a well-known sutra of Mahayana Buddhism. അപ്പോൾ ഇവിടെ നമ്മുടെ പോയം പറയുന്നത്, ഈ പോയം ഒതർവേർഡ്ലി ഫോക്ടൈൽ എന്ന് പറയുന്ന കവിത ലങ്കവതാര സൂത്രം എന്ന ബുദ്ധ ദർശനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇവിടെ മഹായാന ബുദ്ധ മതത്തിൽ അറിയപ്പെടുന്ന ഒരു സൂത്രമാണ്. ഇറ്റ്സ് എ വെൽ നോൺ സൂത്ര ഓഫ് മഹായാന ബുദ്ധിസം ആണ് ഈ ലങ്കവതാര സൂത്ര എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ്സ് ദ കോൺഷ്യസ്നസ് ആസ് ബീയിങ് ദ ഓൺലി റിയാലിറ്റി. ബുദ്ധ അസർട്സ് in this sutra that all things in the world, including names and forms of experiences, are mental manifestations. അപ്പോൾ ഈ ഒരു മഹായാന ബുദ്ധമതത്തിൽ അറിയപ്പെടുന്നൊരു സൂത്രമാണ് ലങ്കാവതാര സൂത്രം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ പറയുന്നത് ബോധത്തെ ഏക യാഥാർത്ഥ്യമായിട്ടാണ് വിവരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ് ആണ് ഏക ഓൺലി എ റിയാലിറ്റി എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു സൂത്രത്തിൽ പറയുന്നത്. പേരുകളും അനുഭവ രൂപങ്ങളും ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മാനസിക പ്രകടനങ്ങളാണെന്നാണ് ബുദ്ധൻ ഈ സൂത്രത്തിൽ ഉറപ്പിച്ച് പറയുന്നത്. The poem discusses the connection between the earth and the seed in addition to the shedding light on Buddha's teachings. അപ്പോൾ ഈ മനസ്സ് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് ഊന്നി പറയുന്ന ബുദ്ധൻ്റെ ടീച്ചിങ്സിനോടൊപ്പം തന്നെ ഈ ഒരു കവിതയിൽ ഭൂമിയും വിത്തും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കൂടി ഈ കവിത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. The bond between which emphasize that mind is the only reality. The bond between a mother and a child is metamorphically represented by this relationship. അപ്പോൾ ഇവിടെ മൈൻഡ് മാത്രമാണ്, അഥവാ മനസ്സ് മാത്രമാണ് ഒരു റിയാലിറ്റി, ആകെ ഒരു റിയാലിറ്റി ഉള്ളതെന്നുള്ളതാണ് ഈ ബുദ്ധൻ്റെ ഈ ഒരു സൂത്രത്തിൽ ഉറപ്പിച്ചു പറയുന്ന ഒരു വാക്യം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഭൂമിയെയും അതുപോലെ തന്നെ വിത്തിനെയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചും ഈ കവിത ചർച്ച ചെയ്യുന്നുണ്ട്. അത് എംഫസൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയുടെയും മകൻ്റെയും, അഥവാ ഒരു മദർ ആൻഡ് ചൈൽഡിനെ ബോണ്ടിനെ മെറ്റമോർഫിക്കലി എക്സ്പ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാണ് ഈ ഒരു സീഡ് ആൻഡ് എർത്ത് എന്നുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ ഹ്യൂമൻസ് perpetual desire to relive their childhood can be interrupted as the tree's desire to return to the safety on her mother earth as a seed. അപ്പോൾ ഈ ഒരു ബന്ധം രൂപകമായിട്ട് പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവിടെ. എന്താണ്? മദർ ആൻഡ് ചൈൽഡ്. അപ്പോൾ തൻ്റെ ബാല്യകാലം പുനരുജ്ജീവിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ നിരന്തരമായ ഒരു ആഗ്രഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വിത്ത് മുളച്ചു വലുതായ ഒരു ട്രീ ആയി കഴിഞ്ഞാൽ ഒരു വിത്ത് തൻ്റെ മാതൃഭൂമിയുടെ സുരക്ഷിതത്തിലേക്ക്, അഥവാ എർത്തിൻ്റെ ഒരു ലാപ്പിലോട്ട് പിന്നീട് മടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ മരത്തിൻ്റെ ആഗ്രഹമായിട്ടാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്കൊരു മനുഷ്യന് ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ? സോ ജീവിതത്തിൽ നാം നേടിയ വിജയങ്ങളിൽ നിന്നൊന്നും നമുക്ക് പിന്നെയും ആ ഒരു അമ്മയുടെ മടിത്തട്ടിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ സുരക്ഷിതത്വത്തിലോട്ട് നമുക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നുകൊണ്ടിരിക്കും. ആ ഒരു ആഗ്രഹത്തിനെയാണ് ഈ ഒരു ട്രീ, സീഡ് ആൻഡ് എർത്ത് എന്നുള്ളത് കൊണ്ട് കമ്പാരിസൺ ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ നാം നേടിയ വിജയങ്ങളിൽ വഴുതി പോവരുത് എന്ന ഉപദേശം കൂടി കവി ഈ കവിതയിൽ വായനക്കാർക്ക് നൽകുന്നുണ്ട്. കാരണം നമ്മൾ എത്രത്തോളം വലുതായി കഴിഞ്ഞാലും നമ്മൾ ഒരു ട്രീനെ എങ്ങനെ പറയുമ്പോൾ ഒരുപാട് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഒരിക്കലും ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ നിറയ്ക്കരുത്. നമ്മൾ എത്രയും ഉയർന്നിട്ടില്ല, ഇപ്പോഴും നമ്മൾ ആ ഒരു ഭൂമിയിൽ
ഭൂമിയിലെ സീഡ് തന്നെയാണ് നീ എന്നുള്ളതൊക്കെ നമ്മളെ ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഈ കവിതയിൽ എന്തുണ്ട്, നമ്മൾ റീഡേഴ്സിലോട്ട് പോയിട്ട് ഇട്ട് തരുന്നുണ്ട്. നമ്മുടെ പോയത്തിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പോയം ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു സ്റ്റോറി ടൈപ്പിലാണ് ഈ ഒരു പോയം വന്നിട്ടുള്ളത്. ശരിക്കും ഇതൊരു പോയം തന്നെയാണ്, സ്റ്റോറി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ സീഡ്, ഇറ്റ് ഹാഡ് ആൻ എർത്ത്, ദേ ബോത്ത് ലവ്ഡ് ഈച്ച് അതർ. എന്താണ് പറയുന്നത്? ഒരിക്കൽ അല്ലേ, അല്ലെങ്കിൽ പണ്ടൊരിടത്ത്. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി പോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇറ്റ്സ് എ പോയം. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഒരിക്കൽ എന്താണ്, ദ വാസ് എ സീഡ്, ഒരു വിത്ത് ഉണ്ടായിരുന്നു അല്ലേ അവിടെ. ദെൻ ഇറ്റ് ഹാഡ് ആൻ എർത്ത്, അതിനൊരു ഭൂമിയും ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു വിത്ത് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദേ ബോത്ത് ലവ്ഡ് ഈച്ച് അതർ, അവർ എന്താണ് തമ്മിൽ വളരെ ലവ് ചെയ്തിരുന്നു, ഭയങ്കരമായിട്ട് തമ്മിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ദ സീഡ് റോൾഡ് ഇൻ ദ ലാപ്പ് ഓഫ് ദി എർത്ത്. എന്താണ് ഈ ഒരു സീഡ് ഭൂമിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കും, ആ ഒരു ഭൂമിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. നമുക്കത് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം ഒരു ചെറിയ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അമ്മയുടെ മടിത്തട്ടിൽ അമ്മയുടെ സുരക്ഷിതത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് വാണ്ടഡ് ടു റിമൈൻ ഹെർ ഫോർ എവർ അല്ലേ. അപ്പോൾ ആ ഒരു ഭൂമിയിൽ ആ വിത്ത് ഇങ്ങനെ റോൾ ചെയ്ത് അവിടെ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. ആ വിത്തിന് എപ്പോഴും എന്താണ് ആവശ്യം? ഫോർ എവർ, എപ്പോഴും എല്ലാ കാലത്തും ആ ഒരു സുരക്ഷിതത്വത്തിൽ അല്ലെങ്കിൽ ആ ഒരു അറൗണ്ടായിട്ട് ഇങ്ങനെ ജീവിക്കാനാണ് ആ വിത്ത് സീഡ് ആഗ്രഹിക്കുന്നത്. ദ എർത്ത് കെപ്റ്റ് ഇറ്റ് സെക്യൂർ വിത്തിൻ ഹെർ ആംസ് ആൻഡ് വുഡ് റിപ്പീറ്റഡ്ലി ആർഗ്യൂ ഇറ്റ് ടു സ്പ്രൗട്ട് അല്ലേ. അപ്പോൾ ഈ എർത്തിന് എന്താണ്, അവളുടെ കൈകളിൽ എന്താണ് സുരക്ഷിതമായിട്ടാണ് അവർ നിൽക്കുന്നത് അല്ലേ, ആ സീഡ് നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, ആ വിത്ത് മുളച്ച് ഭൂമിയുടെ പുറത്ത് വരാൻ എന്താണ് അവളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റിപ്പീറ്റഡ്ലി അവൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദ സീഡ് വാസ് റിലക്റ്റൻറ്റ്, ദ എർത്ത് തേഴ്സ്റ്റഡ് ഇൻ ദ ഫീക്കൻറ്റ് ഹീറ്റ് അല്ലേ. അപ്പോൾ വിത്ത് ഭൂമിയുടെ മടിയിൽ ഇങ്ങനെ ഓടിക്കളിച്ചാണ് അതിൻ്റെ ഇടയിൽ എന്താണ്, പക്ഷെ ഭൂമി ആഗ്രഹിക്കുന്നത് എന്താണ്, കുറച്ചും കൂടെ അത് സ്പ്രൗട്ട് ചെയ്ത് മുളച്ച് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമ്മയുടെ കൂടെയാണ് എപ്പോഴുമുള്ള സ്നേഹം, ആ സുരക്ഷിതത്വം ആ സീഡിന് കിട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഏർത്ത് വിചാരിക്കുന്നത് എന്താണ്, അത് എൻ്റെ കരങ്ങളിൽ എപ്പോഴും സന്തോഷത്തോടെ സുരക്ഷിതമായി ഇരുന്നോട്ടെ, പക്ഷെ എന്നിരുന്നാലും എന്താണ് വലുതായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതൊരു അമ്മമാരും എന്താണ് മക്കളുടെ ബാല്യം മനോഹരമാകണമെന്ന് അവരെന്താണ് വലുതായി വലിയ നിലയിലൊക്കെ എത്തി വലിയ വീടൊക്കെ വെച്ച് ഒത്തിരി സമ്പാദിക്കാനും നല്ലൊരു മനുഷ്യനായിട്ട് വലിയൊരാളാവാനാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ എർത്തും ആ സീഡിൻ്റെ മേൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ സീഡ് വാസ് റിലക്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. വിത്തിന് അതിനൊന്നും താല്പര്യമില്ല. വിത്തിന് എപ്പോഴും ആ ഒരു ഏർത്ത് അല്ലേ അമ്മയുടെ മടിയിൽ അല്ലെങ്കിൽ ഏർത്തിൻ്റെ ലാപ്പിൽ ഇങ്ങനെ റോൾ ചെയ്ത് കളിക്കാനാണ് ഇഷ്ടം. ആൻഡ് ദ എർത്ത് തേഴ്സ്റ്റഡ് ഇൻ എ ഫീക്കൻറ്റ് ഹീറ്റ് അല്ലേ. ഒരു വേനൽക്കാലം വന്ന് എർത്ത് ഭയങ്കര തേഴ്സ്റ്റഡ് ആയിട്ട് വേനൽക്കാലം വന്ന് വരണ്ടുണങ്ങി ഇട്ട് കിടക്കുന്ന ഒരു സമയത്തായിരുന്നു. വൺ ഡേ ഒരിക്കൽ എന്താണ് ഇറ്റ്സ് റൈനഡ് ആൻഡ് സീഡ് കുഡ് നോട്ട് ഡിഫർ ഇറ്റ്സ് സ്പ്രൗട്ടിങ്. വൺ ഡേ എന്ത് ചെയ്തു, മഴ വന്നു അല്ലേ. മഴ വന്ന് ആ ഒരു സീഡ് എന്താണ് സ്പ്രൗട്ട് ചെയ്യാൻ തുടങ്ങി, മുളക്കുന്നത് അതിന് തടഞ്ഞു നിർത്താൻ എന്താണ് കഴിയാതെ വന്നു. ഹാഫ് ഹേർട്ടഡ്ലി ഇറ്റ് പുട്ട് ഫോർത്ത് ഷൂട്ട്സ് ആൻഡ് സൂൺ ദറാഫ്റ്റർ ബിക്കം ഡിലൈറ്റ്ഫുള്ളി അബ്സോർബ്ഡ് ഇൻ ഗ്രോവിങ്. അപ്പോൾ മനസ്സോടെ എന്നിരുന്നാലും മഴ കിട്ടിത്തുടങ്ങിയാൽ എന്തായാലും വിത്ത് മുളക്കുംല്ലേ, കാരണം അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. കാരണം നമുക്കത് ആ വിത്തിന് എന്താണ് സ്വയം ഞാൻ മുളക്കൂല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല, കാരണം അത് മുളച്ചേ പറ്റുള്ളൂ. കാരണം അതിന് മഴ കിട്ടിയ ഒരു നനവ് കിട്ടി അല്ലേ. അപ്പോൾ അവരുണങ്ങി കിടക്കുന്നതിൽ നിന്നത് മുളച്ചു പൊന്തും. അപ്പോൾ ആ ഒരു മനസ്സോടെ എന്നൊരു ഹാഫ് ഹേർട്ടഡ്ലി ആയിട്ട് സീഡ് എന്താണ് മുളക്കാൻ ആരംഭിച്ചു, വലുതാവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. Mental abstraction is a delightful ideal too. It grew a good deal and rose to a great height. എന്താണ് അത് വളർന്ന് ഒരുപാട് ഉയരത്തിലേക്ക് സീഡ് എത്തുകയാണ്. പക്ഷേ എന്താണ് the earth does not grow in a height but spread out. എന്താണ് അതിനൊപ്പം എർത്തിന് എന്താണ് അതിനോടൊപ്പം വളരാൻ സാധിക്കുന്നില്ല അല്ലേ. എർത്ത് ഇങ്ങനെ പരന്ന് സർഫസിൽ ഇങ്ങനെ പരന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ ഒരു സീഡിനൊപ്പം വളരാൻ ആർക്ക് സാധിക്കുന്നില്ല, എർത്തിന് സാധിക്കുന്നില്ല. And much as a tree may expand by spreading out, its upward growth is its identity അല്ലേ.
സീഡ് എന്താണ് വലുതായി വളർന്ന് ഒരു മരമായി അതിൻ്റെ ഉയർച്ച എങ്ങനെ വലിയതായി അതിന് വലിയ തണ്ടുകളും കമ്പുകളും ഇലകളും അതിലേക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് അത് വലിയൊരു മരമായിട്ട് മാറി. പക്ഷേ പിന്നെ പുറത്ത് നടക്കുന്നൊരു കാര്യത്തെ പറയാം, അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ, ആ ഒരു സീഡിൻ്റെ ഐഡൻറ്റിറ്റി പിന്നെ എന്തായിട്ട് മാറുകയാണ്, അതിലുണ്ടാകുന്ന തടി അല്ലേ, അതിൻ്റെ സ്റ്റെമ്മ്, അതിലെ ലീഫ്, അതിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ്, കായകളൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ വേരാണ് ശരിക്കും ആ ഒരു മരത്തിൻ്റെ അടിത്തറ. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ളവരെല്ലാം നോക്കിക്കാണുന്നതും ഒക്കെ ആ മരത്തിന് വലുതായി അല്ലെങ്കിൽ അത് ഉയർച്ചയിലെത്തി എന്ന് കാണുന്നത് എന്ത് വെച്ചിട്ട് മാത്രമാണ്, അതിൻ്റെ തണ്ടും അതിൻ്റെ സ്റ്റെമ്മും അതുപോലെ തന്നെ ഇലകളും കായകളും വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വേര് അത്രത്തോളം ശരിക്കും വേരും മാത്രമാണ് ഭൂമിയിലോട് ചേർന്ന് നിൽക്കുന്നത്. പക്ഷെ അതിനെ ആരും പിന്നെ ശ്രദ്ധിക്കാത്തൊരു വിധത്തിലേക്കായിട്ട് മാറുകയാണ്. ദേ ബോത്ത് ഗ്രൂ എപ്പാർട്ട് അല്ലേ, രണ്ടും രണ്ട് ഭാഗത്തേക്കായി മാറി തുടങ്ങി. ദ റൂട്ട്സ് സ്റ്റേഡ് ഇൻ ദ ഗ്രൗണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, വേരുകൾ ഇപ്പോഴും എന്താണ് ഗ്രൗണ്ടിൽ പിടിച്ചു നിൽക്കാണ്ട് അല്ലേ, അല്ലെങ്കിൽ വേരിപ്പോഴും എർത്തിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. സോ ടു സ്പീക്ക്. അപ്പോൾ നമ്മൾ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ബട്ട് നോട്ട് ഡേറ്റ് ഹു വാസ് എവർ റിഗാർഡഡ് റൂട്ട്സ് ആസ് എ ട്രീസ്. എന്താണ്, ട്രീസിൽ നമ്മളെന്താണ് വേരുകളെ ആരും മെയിൻ ചെയ്യുന്നില്ല അല്ലേ. മരത്തിനോട് എന്തെങ്കിലും പറയുകയാണെങ്കിലും മരത്തിനെ നമ്മൾ നോക്കി കാണുകയാണെങ്കിലും ഒക്കെ നമ്മൾ എന്താണ് ട്രീസിലോട്ട് നോക്കുന്നില്ല. ഒക്കെ എന്താണ്, അത് വളർന്ന് അതിൻ്റെ സ്റ്റെമ്മ്, ബ്രാഞ്ചസ്, അതിലുണ്ടാകുന്ന കായകൾ, ഫ്രൂട്ട്സ്, ലീഫുകൾ, ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒക്കെ അതിൻ്റെ മുകളിലോട്ടാണ്. റൂട്ട്സിന് ആരും എന്ത് ചെയ്യുന്നില്ല, മെയിൻ ചെയ്യുന്നില്ല. എ ട്രീ ഈസ് ദാറ്റ് വിച്ച് ഫാദേഴ്സ് ഇറ്റ് സെൽഫ് എവേ ഫ്രം ദി എർത്ത്. എന്താണ്, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത് എന്നിരുന്നാലും എന്താണ്, ഭൂമിക്കടിയിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. വളരാൻ എല്ലാം നൽകുന്നതും ഏർത്താണ്, ബട്ട് മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഏർത്തിനെ മൈൻഡ് ചെയ്യാതെ പോവാണ്. കാരണം മരം ഇങ്ങനെ വലുതായി ഭൂമിയിൽ നിന്ന് ഒരുപാട് ഗ്യാപ്പായി അല്ലേ. മരം ഇങ്ങനെ ഒരുപാട് വലുതാവും തോറും ഭൂമിയും ആ മരവും തമ്മിൽ എന്താണ് ഒരുപാട് ഗ്യാപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. എങ്ങനെ, അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും തോറും അമ്മയിൽ നിന്നുള്ള മക്കളുടെ അകൽച്ച സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഓരോ സക്സസ് ആയിട്ടുള്ള മനുഷ്യരെ കാണുമ്പോഴും നമ്മളൊക്കെ എന്താണ്, ഏതൊരു വ്യക്തിയാണ് അവരുടെ സക്സസ്സിലേക്ക് മാത്രമാണ് നോക്കുന്നത്. അവർക്ക് ബേസ് ആയിട്ട് ഒരു പാരൻസിൻ്റെ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ കുറിച്ചിട്ട് ആരും എന്താണ് നോക്കുന്നില്ല അല്ലേ. അതിനൊക്കെ മുൻപ് എല്ലാവരും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഒരു സക്സസ്ഡ് മാൻ്റെ സക്സസ് സ്റ്റോറി അല്ലേ, ആ ഒരു സക്സസ്സിലേക്ക് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അതുപോലെ എന്താണ്, ഈ ഒരു ഭൂമിയും മരവും തമ്മിൽ എന്താണ് ഒരുപാട് ഗ്യാപ്പ് ആവണം. എല്ലാവരും റൂട്ടിലേക്ക് നോക്കുന്നില്ല, എല്ലാവരും മരത്തിലേക്ക് മാത്രമാണ് നോക്കുന്നത്. If it is remained glued, it would be grass. The tree wishes to go back being a seed again. അതേസമയം ഭൂമിയോട് ചേർന്ന് ഗ്ലൂഡ് ആയിട്ടാണ് എന്തെങ്കിലും മുളച്ച് ചെറിയ വളർച്ചയിലെത്തിയിട്ടുള്ള ഒരു മരത്തിനെ നമ്മൾ എന്തേ പറയുള്ളൂ, ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ ഗ്രാസ് അല്ലേ, ഇറ്റ് വുഡ് ബി എ ഗ്രാസ് എന്നൊക്കെ നമ്മൾ, പുല്ല് എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. പക്ഷേ മരം തിരിച്ച് സീഡാവാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, ദ ട്രീ വിഷസ് ടു ഗോ ബാക്ക് ടു ബീങ് എ സീഡ് അഗെയിൻ അല്ലേ, അത് പിന്നെയും ഒരു സീഡാകാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ദ എർത്ത് വിഷസ് ടു ടേക്ക് ബാക്ക് ഹെർ ബ്ലെസ്സിങ്സ്. എന്താണ്, എർത്ത് എന്ത് ചെയ്യാണ്, ശരിക്കും ആ എർത്ത് എന്താണ് ആഗ്രഹിച്ച് ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ അവർക്ക് കൊടുത്താണ് അല്ലേ അതൊരു സീഡ് സ്പ്രൗട്ട് ചെയ്ത് മുളച്ച് പൊന്തി വലിയൊരു മരമാകുന്നത്. പക്ഷേ ഈ എർത്ത് ഇവിടെ എന്ത് ചെയ്യാണ്, മരം ഒരുപാട് വലുതായപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നപ്പോൾ ശരിക്കും ഒരു മരത്തിനും എർത്തിനും വിഷമാവാണ് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കാനൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു പോവാണ്. It's sudden the tree that it can never again become the single seed. എന്താണ്, അതിലൊരു സാഡ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു സങ്കടമായിട്ടുള്ള കാര്യം, ട്രീക്ക് പിന്നീടും ഒരു വിത്തായിട്ട് എന്താണ് തിരിച്ചു വരാൻ കഴിയില്ല അല്ലേ. ഏർത്തിന് പിന്നെയും ഒരു വിത്തായിട്ട് അതിനെ തിരിച്ച് കിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർത്ത് അതിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ തിരിച്ചെടുക്കാൻ ഇങ്ങനെ അറിയാതെ എന്താണ് ആഗ്രഹിച്ചു പോവാണ്. ഹവർ എന്നിരുന്നാലും ഇറ്റ് വുഡ് സർട്ടൻലി ടേൺ ഇൻ ടു എ തൗസൻഡ്സ് ഓഫ് സീഡ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരു മരം എന്താണ് വലുതായി കഴിഞ്ഞാൽ അതിലെന്താണ് ആയിരക്കണക്കിന് വിത്തുകളും കായകളും പിന്നീടും ഉണ്ടാവും അല്ലേ. The earth would never be able to feel the soft touch of that very same seed അല്ലേ.
എന്താണ്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് വിത്തുകൾ ഉണ്ടായി അത് പൊഴിഞ്ഞ് ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാലും ഈ ഒരു ആദ്യം ഉണ്ടായിട്ടുള്ള ഈ ഒരു ട്രീ വളർന്നു വന്നിട്ടുള്ള ആ ഒരു വിത്തിൻ്റെ സോഫ്റ്റ് ടച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വിത്തിനെ പോലെ സെയിം ദാറ്റ് സീഡിലെ ആ സീഡിനെ പോലെ ഒരു ടച്ചിങ് ആർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല, ഭൂമിക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഫോർ അവളെ സംബന്ധിച്ചിടത്തോളം ദ ട്രീ വുഡ് മിയർലി ബി എ ഷാഡോ. എന്താണ്, ആ ഒരു മരം അവൾക്ക് എന്താണ്, വെറും ഒരു നിഴല് മാത്രമായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എവറി സിംഗിൾ തിങ് ഇൻ ലൈഫ് ഡസ് നോട്ട് ഹാവ് ആൻ ഒബ്സർവ് ടു ഇറ്റ്. എന്താണ്, എന്ത് ചെറിയ കാര്യത്തിലും, ലൈഫിലെ ഏതൊരു ചെറിയ കാര്യത്തിനും ഒരു മറുവശം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. നമുക്കൊരു ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതിനൊരു മറുവശം വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ജസ്റ്റ് എന്താണ്, ദ നൈറ്റ് ഈസ് നോട്ട് എ ഡാർക്ക് ഡേ. നമുക്ക് രാത്രിയെ ഒരു ഇരുണ്ട ദിവസമാണ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. നൈറ്റ് ബി ലൈക്ക് എ നൈറ്റ്. എന്താണ്, നൈറ്റ് എപ്പോഴും നൈറ്റാണ്. ദാറ്റ്സ് ഒരു ഫാക്റ്റ് ആണ് അല്ലേ. അത് നമുക്ക് നൈറ്റിന് ഒരു ഡാർക്ക് ഡേ ആണെന്ന് പറയാൻ പറ്റില്ല, ഡേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആൻഡ് ഡേ ഈസ് നോട്ട് എ ബ്രൈറ്റ് നൈറ്റ്. നമുക്ക് എന്താണ്, പകൽ അല്ലേ, ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് പകൽ എന്ന് പറയുന്നത് തെളിവുള്ള ഒരു രാത്രിയാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇറ്റ്സ് നോട്ട് എ ബ്രൈറ്റ് നൈറ്റ്. നൈറ്റ് ആണ്, ഡേ ആണ് അല്ലേ. ദാറ്റ്സ് എ ഫാക്ട്. അതിനെ നമുക്ക് എന്താണ് കമ്പയർ ചെയ്തിട്ട് പറയാൻ പറ്റില്ല. ജസ്റ്റ് ലൈക്ക് എന്താണ്, മൂൺ നോട്ട് എ കോൾഡ് സൺ. നമുക്ക് എന്താണ്, മൂണിനെ നോക്കിയിട്ട് ചന്ദ്രനെ നോക്കിയിട്ട് നമുക്ക് ഇറ്റ്സ് എ കോൾഡ് സൺ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് എ മൂൺ. ആൻഡ് സൺ ഈസ് നോട്ട് എ ഹോട്ട് മൂൺ. സൺ എന്താണ്, ഒരു ഹോട്ട് മൂൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെയല്ല. ദ എർത്ത് ആൻഡ് സ്കൈ മീറ്റ്സ് നോവർ. എന്താണ്, എർത്തും സ്കൈയും അല്ലേ, ആകാശം ഭൂമിയും ഒരുപാട് അകലത്തിലാണ് നിൽക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്യാണ്, നോവർ. അവർക്ക് എന്താണ്, എവിടെയും മീറ്റ് ചെയ്യാൻ പറ്റില്ല. മീറ്റ് നോവർ ആൻഡ് നോവർ അറ്റ് ഓൾ. എവിടെ വെച്ചിട്ടും എന്താണ് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഫാക്റ്റ് എപ്പോഴും സെയിം ആണ് അല്ലേ. ഒരു ഫാക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിനൊരു മറുപുറം വേണം എന്ന് പറയാനും നമുക്ക് പറ്റില്ല. കാരണം അതെപ്പോഴും ആ ഒരു സൈഡ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. ബിക്കോസ് ഫാക്റ്റ് എപ്പോഴും ഫാക്റ്റാണ് എന്നാണ് പറയുന്നത്. ദ ട്രീ കനോട്ട് ബി എ സീഡ് അഗൈൻ. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോറിയോട് അല്ലെങ്കിൽ പോയത്തിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രീക്ക് എന്താണ്, ഒരിക്കലും പിന്നീടും ഒരു സീഡായിട്ട് അതേ സീഡായിട്ട് മാറാൻ സാധിക്കില്ല. ഫാക്റ്റ് എപ്പോഴും എന്താണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഫാക്റ്റ് എപ്പോഴും എന്താണ്, ഫാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഐ ഗോ ആൻഡ് സ്റ്റാൻഡ് വെരി നിയർ ദ ട്രീ ആൻഡ് വിസ്പർ, യു ഹിയർ മീ, യു ആർ സീഡ് ഈവൻ നൗ. എന്താണ്, ഞാൻ പോയില്ലേ, ഐ ഗോ. ഇവിടെ പൊയറ്റിനെയാണ് പറയുന്നത്. ഇവിടെ പൊയറ്റ് പറയുന്നത് പോലെയാണ് വരുന്നത്. ഐ ഗോ, ഞാൻ പോയി. ആൻഡ് സ്റ്റാൻഡ് വെരി നിയർ ദി ട്രീ, ആ ട്രീയുടെ തൊട്ടടുത്ത് നിന്നിട്ട് ആൻഡ് വിസ്പർ, പതിയെ ഇങ്ങനെ മന്ത്രിച്ചു. യു ഹിയർ മീ, നിനക്ക് എന്നെ കേൾക്കാമോ? യു ആർ സീഡ് ഈവൻ നൗ, നീ ഇപ്പോഴും എന്താണ്, ഒരു വിത്താണ് അല്ലെങ്കിൽ ഒരു സീഡാണ്. ദാറ്റ് വെരി സെയിം സീഡ്, അതേപോലത്തെ സീഡ്. ഡോണ്ട് ലെറ്റ് ഹൈറ്റ് ഇൻടോക്സിക്കേറ്റ് യു. നീ എത്ര വളർന്നു എന്നുള്ളതും നിന്നെ ഒരിക്കലും എന്താണ്, ടോക്സിക്കേറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്താണ്, നീ എത്ര വളർന്നുവെങ്കിലും നിന്റെ ഹൃദയം ഒരിക്കലും എന്താണ്, ടോക്സിക് ആവരുത്, അല്ലെങ്കിൽ നിന്നിലെന്താണ്, ഒരു അഹങ്കാരം നിറഞ്ഞു വരാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഈവൻ നൗ യു ആർ നോട്ട് ഗ്രോൺ, യു ആർ മിയർലി എർത്ത്സ് ഇമാജിനേഷൻ. എന്ത് പറഞ്ഞാലും എന്താണ്, നീ വളർന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ എത്ര ഉയരത്തിലെത്തിക്കഴിഞ്ഞാലും നമ്മൾ വളർച്ച അല്ലെങ്കിൽ നമ്മൾ ഉയരം എന്താണ്, എക്സ്ട്രീം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ്, നീ വളർന്നിട്ടില്ല, നീ വെറും എർത്തിൻ്റെ ഒരു ഇമാജിനേഷൻ മാത്രമാണ് എന്ന് വിസ്പർ ചെയ്യുകയാണല്ലേ, ആ മരത്തിനോട് ചെറുതായിട്ട് വിസ്പർ ചെയ്യാണ്. All trees grow in imagination, in memory they always remain seed. എല്ലാ മരങ്ങളും ഒരു ഇമാജിനേഷനിലാണ് അല്ലേ വളരുന്നത്. ഒരു ഇൻ മെമ്മറി, നമുക്ക് മെമ്മറിയിൽ പറയുകയാണെങ്കിൽ ദേ ആൾവൈസ് റിമൈൻ സീഡ്. അവരെപ്പോഴും എന്താണ്, ഒരു സീഡ് മാത്രമാണ്. ജസ്റ്റ് എന്താണ്, നിങ്ങൾ എത്ര തന്നെ ഉയരത്തിലെത്തിയാലും കംപ്ലീറ്റ് വളർന്നിട്ടില്ല. ഇവിടെ ട്രീ എന്നത് എന്താണ്, ഒരു മനുഷ്യൻ്റെ വളർച്ച അല്ലെങ്കിൽ മെറ്റമോർഫിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് എ മദർ ആൻഡ് ചൈൽഡ് ആണ്. നമ്മൾ ഏർത്തിനെയും ഇത് പറഞ്ഞു അല്ലേ, ഏർത്തിനെയും സീഡിനെ. അതുപോലെ തന്നെ ഇവിടെ ട്രീ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ കുറിച്ചിട്ടാണ്. മെറ്റമോർഫിക്കലി മനുഷ്യനെയാണ് ഇത് ഉദ്ദേശിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ്, നമ്മുടെ വളർച്ച എന്താണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളെപ്പോഴും
നമ്മളെ അടിത്തറ ബേസ് എന്താണെന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ എത്ര ഉയർച്ചയിലെത്തി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്താണ് വിജയങ്ങളിൽ നിന്ന് നമ്മൾ ഒരിക്കലും വഴുതി പോവരുത്. നമ്മളെപ്പോഴും എന്താണ് നമ്മളെ ബേസിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ നമ്മളെ ആരാണ് ഇത്രത്തോളം വലുതാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് പോയിട്ട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം പറയുന്നത്. താങ്ക് യു.